അതാണ് നാഗാലാൻഡിലെ ഒരു കാര്യം. കമ്മിങ് ബാക്ക് ടു ദാന്തേവാഡ. ദാന്തേവാഡയിൽ ഞങ്ങൾ എത്തി. ആ കാര്യങ്ങളെല്ലാം ഞാൻ വിവരിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. 2 മാസത്തോളം അവിടെ എല്ലാവരും ഡിപ്ലോയിഡ് ആയിട്ട്, ഞാൻ പറഞ്ഞതുപോലെ ഇൻറ്റീരിയർ സ്ഥലങ്ങളിലാണ്, ഇൻറ്റീരിയർ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എല്ലാവരും ഡിപ്ലോയ് ആയിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നുമില്ല. പക്ഷേ ആൾക്കാർക്ക് 1-2 മാസം കഴിഞ്ഞപ്പോൾ ലീവിന് പോകേണ്ട ആവശ്യങ്ങൾ വരുന്നു. അവരവരുടെ കമ്പനി കമാൻഡറുടെ പെർമിഷനോട് കൂടി ലീവിന് പോകാം. പക്ഷേ ലീവിന് പോകണമെങ്കിൽ ഏറ്റവും അടുത്ത റെയിൽ ഹെഡ് എന്ന് പറയുന്നത് 3 ഡയറക്ഷനിൽ അവിടെ നിന്ന് ലീവിൽ പോകാൻ പറ്റും. 4 ഡയറക്ഷൻ. ഒന്നെങ്കിൽ റായ്പൂരിലേക്ക് വരിക, 400 കിലോമീറ്ററോളം യാത്ര ചെയ്ത്. അത് കഴിഞ്ഞ് റായ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രെയിൻ കിട്ടും, അവിടെ നിന്ന് പോകാം. ഈസ്റ്റ് ഇന്ത്യയിലേക്ക്, കൽക്കട്ട, ആസാം സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് എന്ന് പറയുന്നത് വിശാഖപട്ടണം. സൗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാറങ്കൽ. ഇതെല്ലാം ഏറ്റവും കുറഞ്ഞത് 200 കിലോമീറ്റർ. 200 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്തിലാണ് ഇവർക്ക് മെയിൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ പിടിക്കാൻ പോകേണ്ടത്. പക്ഷേ ആവശ്യക്കാർക്ക് പോയല്ലേ പറ്റുള്ളൂ. അതിനകത്ത് മെയിൻ റോഡുകളിലെല്ലാം ബസ് സർവീസ് ഉണ്ട്. ആ ബസ് സർവീസിൽ ഇവർ ഒറ്റയ്ക്കും പെട്ടയ്ക്കും പോയി ട്രെയിൻ പിടിച്ചു പോകാൻ തുടങ്ങി. ഇനിയൊരു വഴിയുണ്ട്. ദന്തേവാഡയിൽ നിന്ന് ബീജാപ്പൂർ വഴി ബലാർഷ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട് മഹാരാഷ്ട്രയിൽ. അങ്ങോട്ടും പോകാം. പക്ഷേ അവിടെ നിന്ന് അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സ്ഥലങ്ങളാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ബലാർഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബീജാപ്പൂരിലേക്ക് പോകുന്ന വഴി ടാർ ചെയ്യാൻ നക്സൽസ് സമ്മതിക്കത്തില്ല. കാരണം അവർക്ക് യഥേഷ്ടം മൈനുകൾ അല്ലെങ്കിൽ ബോംബുകൾ സ്ഥാപിക്കാൻ വേണ്ടി ബ്ലാക്ക് ടോപ്പ് ചെയ്ത റോഡുകളിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ അവർ അത് ബ്ലാക്ക് ടോപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. 1-2 ഇൻസിഡൻറ്റിൽ കോൺട്രാക്ടേഴ്സിനെ അവർ വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് മുഴുവൻ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ കുറേ ഇൻസിഡൻറ്റ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോഴും അതൊരു കച്ചാ റോഡായിട്ട് തന്നെയാണ് നടക്കുന്നത്. ആ റോഡിൽ കൂടെയും ബസ് സർവീസൊക്കെ ഉണ്ട്. അതിലെ ആൾക്കാർ ലീവിൽ പോകാൻ തുടങ്ങി. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. നക്സൽസ് രാത്രികാലങ്ങളിൽ ഈ ബസ്സുകൾ നിർത്തി സെർച്ച് ചെയ്യാൻ തുടങ്ങി. CRPക്കാരെ ബസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇൻസിഡൻസ് പലതും നടന്നു. പല ബസ്സുകളും സെർച്ച് ചെയ്തതായിട്ട് ബസ് സർവീസുകാർ പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ ഞാനൊരു ഓർഡർ ഇട്ടു. ലീവിൽ പോകുന്നതിന് കുഴപ്പമില്ല, ആരും നൈറ്റ് സർവീസ് ബസ്സുകളിൽ പോവില്ല. പകലുള്ള ബസ്സുകളിൽ ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തു പോകാവുന്ന സമയത്ത് അങ്ങനെ മാത്രമേ ലീവിൽ പോകാൻ പാടുള്ളൂ. അതെല്ലാ കമാൻഡർമാർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് എനിക്ക് വീട്ടിൽ നിന്നൊരു ഇൻഫർമേഷൻ വരുന്നു. എൻ്റെ മദർ ക്യാൻസറായിട്ട് കിടക്കുകയായിരുന്നു കുറേ നാളായിട്ട്. ഒരു ദിവസം ടെലിഫോൺ വന്നു. ടെലിഫോണിനെ പറ്റി പറയുമ്പോൾ വീണ്ടും പറയാം. ഞങ്ങൾ ദന്തേവാഡയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങളുടെ ക്യാമ്പ് ഇരിക്കുന്ന സ്ഥലത്ത് മൊബൈൽ നെറ്റ്വർക്കേ ഇല്ല. എവിടെയെങ്കിലും പോയി നെറ്റ്വർക്കിൽ എടുത്ത് സംസാരിക്കണമെങ്കിൽ 3-4 കിലോമീറ്റർ യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് നെറ്റ്വർക്ക് കിട്ടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ വീട്ടിലോട്ടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, മദർ ഈസ് സിങ്കിങ്, ഇനിയിപ്പം നീ താമസിക്കേണ്ട, എന്തായാലും വന്നോളൂ, അധികം താമസമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കമാൻഡൻറ്റിന് ടെലിഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, സർ ഇങ്ങനെ ഒരു അർജൻറ്റ് കാര്യമുണ്ട്, അതുകൊണ്ട് റായ്പൂരിൽ നിന്ന് നിങ്ങളിവിടെ വന്ന് എൻ്റെ ഇവിടെ ടേക്ക് ഓവർ ചെയ്യണം, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ മീറ്റിങ്ങിലിരിക്കുകയാണ്, ജേക്കബ് ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. ഉച്ചയായിട്ടും ഫോൺ വരുന്നില്ല. ഒരു 2 മണി 3 മണിയായി കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇദ്ദേഹത്തിനെ ടെലിഫോൺ വിളിച്ചിട്ട് ടെലിഫോൺ നോട്ട് റീച്ചബിൾ. അപ്പോൾ എനിക്ക് തോന്നി റായ്പൂരിൽ നിന്ന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. റായ്പൂർ ടു ദന്തേവാഡ വഴിയിലെല്ലാം ഒത്തിരി സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് കിട്ടാത്ത ഇതുണ്ട്. അപ്പോൾ മനസ്സിലാക്കി 8 മണിയാകുമ്പോൾ ഒരു ബസ് വിശാഖപട്ടണത്തേക്ക് രാത്രിയിൽ പോകുന്നു. അതിൽ പോയി കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് എനിക്ക് വിശാഖപട്ടണം എത്താം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു SMS മെസ്സേജ് ഇട്ടു. അന്ന് വാട്സപ്പും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്ത സമയമാണ്. SMS ആണ് ഫോൺ കഴിഞ്ഞാലുള്ള ഒരേ ഒരു കമ്മ്യൂണിക്കേഷൻ. ഞാൻ മെസ്സേജ് ഇട്ടു, സർ മൈ മദർ ഈസ് സിങ്കിങ്,
ഐ ഹാവ് ടു ഗോ ഓൺ ലീവ്, ഐ ആം പ്രൊസീഡിങ് ബൈ 8 o'clock ബസ്. ഇത്രയും മെസ്സേജ് ഇട്ടിട്ട് എൻ്റെ തന്നെ ഓർഡറിന് വിപരീതമായി, രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യരുത് എന്നുള്ള എൻ്റെ ഓർഡറിന് വിപരീതമായിട്ട് തന്നെ എനിക്ക് പോകേണ്ടി വന്നു. കാരണം അത്യാവശ്യമായിരുന്നുകൊണ്ട് രാത്രി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. 8 മണിക്കുള്ള ബസ്സിൽ കയറി. എൻ്റെ പ്ലാൻ അനുസരിച്ച് രാവിലെ 6 മണിക്ക് അത് റെയിൽവേ സ്റ്റേഷൻ വിശാഖപട്ടണത്തെത്തും. 6:30 മണിക്ക് അവിടുന്ന് വിജയവാഡയിലേക്കൊരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ കേരള എക്സ്പ്രസ് വിജയവാഡയിൽ എത്തുന്നതിന് കുറച്ച് സമയം മുമ്പ് ഞാൻ അവിടെ എത്തും. അപ്പോൾ എനിക്ക് കേരള എക്സ്പ്രസ്സിൽ കയറി അതിൻ്റെ അടുത്ത ദിവസം, അതായത് വിജയവാഡയിൽ നിന്ന് ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് കോട്ടയം എത്താം. അങ്ങനെയുള്ള പ്ലാനിലാണ് ഞാൻ ഈ ബസ്സിൽ കയറി പോകുന്നത്. ബസ്സിൽ കയറി ഞാൻ നേരത്തെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്ത പോലെ എനിക്കും സ്വന്തമായിട്ടും പേടിയുണ്ട്. ഈ ബസ് ഛത്തീസ്ഗഡിൽ കൂടിയൊക്കെ ഒരു 3-4 മണിക്കൂർ ഓടിക്കഴിഞ്ഞിട്ടാണ് അത് ഒറീസയിലേക്കും അതിനപ്പുറം പിന്നെ ആന്ധ്രയിലേക്കും കയറുന്നത്, വിശാഖപട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ 3-4 മണിക്കൂർ നല്ല ടെൻഷനിലാവും. ഈ പറഞ്ഞതുപോലെ നക്സൽസ് ചെക്ക് ചെയ്യുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ അങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ടിക്കറ്റ് ചോദിച്ചുകൊണ്ട് ഒരു കണ്ടക്ടർ വരുന്നു. അയാളുടെ മുഖത്തോട് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു മലയാളി ലുക്കുള്ള ആളാണല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ വേർ ആർ യു ഫ്രം? ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളാണ്. ഞാൻ ചോദിച്ചു, ഈ ബസ്സിലെങ്ങനെ ഇവിടെ ഛത്തീസ്ഗഡിൽ വന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ എങ്ങനെ എത്തി? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജോലിക്കാരനായിരുന്നു. ഛത്തീസ്ഗഡ് രാജ്യം, അതായത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പിരിച്ചുവിട്ടു. ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം, ഇവിടെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വേണ്ട, പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് മുഴുവൻ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി പോയി. വേറൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഈ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിട്ട് കൂട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും ഒരു മലയാളിയെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും ഒരാശ്വാസവും. ഞാൻ അങ്ങേരെല്ലാവർക്കും ടിക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നയാളാണ്, CRPയിലെ ആളാണ്, ഞങ്ങൾ ഡേഞ്ചറസ് സോണിലാണ്, ഞങ്ങൾ ഇങ്ങനെ ബസ്സൊക്കെ നിർത്തി അവർ ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൈൻഡ്ലി നിങ്ങൾ പറയണം, ഞാൻ നിങ്ങളുടെ ബന്ധുവാണെന്നും നിങ്ങളെ കാണാൻ വന്നതാണെന്നും എല്ലാം പറയണമെന്നൊക്കെ പറഞ്ഞു. അങ്ങേർക്ക് സീരിയസ്നെസ് മനസ്സിലായി. സാരമില്ല, സാർ അവിടെ ഇരുന്നോളൂ, ഞാനതെല്ലാം നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എനിവേ ഭാഗ്യം അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും വന്നില്ല. 6:30 മണിയായപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി നിൽക്കുന്നത്. ഞാൻ ഓടിയിറങ്ങി ഒരു ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ 6:30 വണ്ടി അതിൻ്റെ ലാസ്റ്റ് ബോഗി പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകുന്നതാണ്. എനിക്ക് ആ വണ്ടിയിൽ കയറാൻ കഴിഞ്ഞില്ല. ആകെപ്പാടെ ദുഃഖിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം വീട്ടിൽ നിന്നൊരു ഫോൺ വരികയാണ്, മദർ എക്സ്പയറായി. അപ്പോൾ ഒരു ദിവസം ഇനിയിപ്പം ഞാൻ എങ്ങനെ പോയി കഴിഞ്ഞാലും 24 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇനി എന്താണ് വകുപ്പ്? ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വഴിയുണ്ട്. ഒരു ഫ്ലൈറ്റ് എടുക്കുക, മദ്രാസ് വരെ പോവുക. മദ്രാസിൽ നിന്ന് ആ ദിവസം തന്നെ ട്രിവാൻഡ്രം മെയിൽ പിടിക്കാൻ പറ്റിയാൽ എനിക്ക് അടുത്ത ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ കോട്ടയത്ത് എത്താൻ പറ്റും. ഞാൻ ഉടനെ മദ്രാസിൽ എത്തുക എന്ന് പറയുന്നത് ഫ്ലൈറ്റിലെത്താൻ ചാൻസ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് അവൈലബിളാണ്. പക്ഷേ അവിടുന്ന് റിസർവേഷൻ കിട്ടണ്ടേ? അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ ക്ലോസ് ഫ്രണ്ട് വിൽസൺ ചെറിയാൻ, അദ്ദേഹം അവിടെ അസിസ്റ്റൻറ്റ് സ്പോർട്സ് ഓഫീസറായിരുന്നു റെയിൽവേയിൽ. ഞാൻ വിളിച്ചു, വിൽസൺ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, എനിക്ക് എമർജൻസി കോട്ടായാലൊരു സീറ്റ് വേണം ഈവനിങ് ട്രെയിനിൽ. അപ്പോൾ വിൽസൺ പറഞ്ഞു, ജേക്കബ് ഒരു ടിക്കറ്റ് എടുത്തോളൂ, അവിടുന്ന് ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരു ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് PNR നമ്പർ അയച്ചു തരൂ, ഞാനത് EQ ഇട്ട് വെച്ചേക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഞാൻ എയർപോർട്ടിൽ വരുമ്പോൾ എന്നെ പിക്കപ്പ് ചെയ്യണം. പുള്ളി സമ്മതിച്ചു. ഞാൻ എന്നിട്ട് നേരെ ഒരു ടാക്സി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കുറേ ദൂരത്തിലാണ് വിശാഖപട്ടണം എയർപോർട്ടിൽ ചെന്നു. എനിക്ക് തോന്നുന്നു ഒരു 9 മണിയോടുകൂടി ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ കയറി ഞാൻ മദ്രാസിൽ ചെന്നിറങ്ങി. 10:30 വിൽസൺ ചെറിയാൻ വന്നു, എന്നെ പിക്കപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫർമേഷൻ കിട്ടി, എനിക്ക് ടിക്കറ്റ് കൺഫേം ആണെന്നുള്ള വിവരം. വൈകിട്ട് 5 മണിക്കോ 5:30 മറ്റോ ആയിരുന്നു തോന്നുന്നു ട്രിവാൻഡ്രം മെയിൽ. അദ്ദേഹം എന്നെ കൊണ്ട് ട്രെയിനിൽ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ മദറിൻ്റെ ഫ്യൂണറലിന് മുമ്പ് എനിക്ക് വീട്ടിലെത്താൻ പറ്റി.
തൂറ എന്ന് പറയുന്നത് മേഘാലയയിൽ ഗാരോ ഹിൽസിൽപ്പെടുന്ന ഒരു പ്രദേശമാണ്. മേഘാലയ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ നല്ല ഏറ്റവും കൂടുതൽ മഴ ഉള്ള ഒരു ഹില്ലി സ്റ്റേറ്റാണ്. മുഴുവൻ മേഘത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന അത്രയും ഹൈറ്റുള്ള സ്റ്റേറ്റാണ്. 3 ഹിൽസാണ് അവിടെ, 3 ഹിൽ റീജിയനാണ്. ജയന്തിയ ഹിൽസ്, ഖാസി ഹിൽസ് ആൻഡ് ഗാരോ ഹിൽസ്. ഖാസി ഹിൽസിലാണ് ഷിലോങ് എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. ജയന്തിയ ഹിൽസിൽ ഇതെല്ലാം ട്രൈബൽസിൻ്റെ പേരുകളാണ്. ഖാസി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഗാരോസ് എന്ന് പറയുന്നതും ജയന്തിയാസ് എന്ന് പറയുന്നതും എല്ലാം അവിടുത്തെ ട്രൈബൽ പോപ്പുലേഷൻ്റെ പേരുകളാണ്. അവരുടെ പേരിലാണ് ഹിൽസ് എല്ലാം അറിയപ്പെടുന്നത്. ഗാരോ ഹിൽസാണ് ഏറ്റവും ഈസ്റ്റേൺ സൈഡിലുള്ളത്. ഗുവാഹട്ടിയിൽ നിന്ന് ഏകദേശം 5 മണിക്കൂർ യാത്ര വേണം അവിടെ എത്താൻ വേണ്ടി. ഗുവാഹട്ടിയിൽ ആസാമിൽ കൂടെ തന്നെ ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം പിന്നെ മല കയറി ഒരു 3 മണിക്കൂർ കൂടെ ഏകദേശം യാത്ര ചെയ്യുമ്പോഴാണ് തൂറയിലെത്തുന്നത്. തൂറ അത്ര ഡിഫിക്കൽട്ട് ഏരിയ, അവിടെ ചെന്ന് പറ്റാനുള്ള ഡിഫിക്കൽട്ടി അല്ലാതെ അവിടെ ടെററിസം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്നതൊരു ഗാരോ മിലിറ്റൻസിയാണ്. ഗാരോസ് എന്ന് പറയുന്ന അവർ എത്നിക് ആൾക്കാരാണ്. ഔട്ട്സൈഡേഴ്സിനെതിരായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അവർക്ക്. അവർ ഔട്ട്സൈഡേഴ്സിനെ പുറത്ത് ചാടിക്കണം എന്നുള്ള ഒരു രീതിയിൽ 96-ലോ മറ്റോ 92-ലോ 96-ലോ തുടങ്ങിയ ഒരു ചെറിയ മിലിറ്റൻറ്റ് 92-ലാണ് തുടങ്ങിയത്. 92-ൽ തുടങ്ങിയ ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ്. അവർക്ക് ഈ പറയുന്ന ട്രെയിനിങ്ങുകളോ വെപ്പൺസോ കാര്യങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അല്ലറ ചില്ലറ ആംസ് ആമിനേഷൻസൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവർ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നടത്തി 1-2 കില്ലിങ്സൊക്കെ നടത്തിയിരുന്നു ഔട്ട്സൈഡേഴ്സിനെ. അവരെ എന്താ പറയുന്നത് എതിരിടാനുള്ള ലോക്കൽ പോലീസിനുള്ള സപ്പോർട്ട്, തൂറ ടൗണിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ്, അതുകൂടാതെ ഗാരോ ഹിൽസിൻ്റെ 2 ഡിസ്ട്രിക്റ്റ് വേറെയുണ്ട്. വില്യം നഗർ എന്ന് പറയുന്നത്, സൗത്ത് ഗാരോ ഹിൽസ്, നോർത്ത് ഗാരോ ഹിൽസ്, ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ 3-4 ഡിസ്ട്രിക്റ്റാണുള്ളത്. അവിടെയെല്ലാം പ്രൈവറ്റ് മൈൻസ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ ന്യൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. റാറ്റ് ഹോൾ മൈൻസ് എന്ന് പറയുന്നത്. മേഘാലയയിൽ ഈ അടുത്ത കാലത്ത് ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. റാറ്റ് ഹോൾ മൈൻസിൽ വെള്ളം കയറി കുറേയധികം വർക്കേഴ്സ് അതിനകത്ത് മരിച്ചിരുന്നു. അവരുടെ ഡെഡ് ബോഡി പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ഒരു സയൻറ്റിഫിക് അല്ലാത്ത രീതിയിലാണ് ഏകദേശം ഒരു 10 അടി താഴെ മുതൽ അവിടെ കോൾ അവൈലബിൾ ആണ്. പക്ഷേ കോൾ ആ 10 അടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ കുഴിച്ചൊരു എലി പോകുന്ന പോലെ പൊത്ത് ഉണ്ടാക്കി അത് വീണ്ടും മൈൻ ചെയ്ത് പിന്നെ ഒരു കണക്കില്ലാതെ അങ്ങ് താഴോട്ട് പോകും. അങ്ങനെ കുഴിച്ച് പോയി ഒരു നദിയുടെ അടുത്ത് കുഴിച്ച് റിവർ ബെഡിന് താഴെ എത്തിയിട്ട് നദിയിലെ വെള്ളവുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ആക്സിഡൻ്റ് ഉണ്ടായി ഒത്തിരി പേര് മരിച്ചത്. അങ്ങനെ അവിടെ ഈ മൈൻസ് ഉണ്ടാക്കി പ്രൈവറ്റായിട്ട് ഇഷ്ടംപോലെ ട്രക്കുകൾ ലോഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ആ പോകുന്ന ട്രക്സിനെയെല്ലാം തടഞ്ഞു നിർത്തി അവരിൽ നിന്ന് ചുങ്കം പിരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ വേറൊരു ഇൻകത്തിൻ്റെ മിലിറ്റൻസിൻ്റെ ഒരു വഴി. അപ്പം ആ പിരിവുകളൊക്കെ തടയുക, അങ്ങനെ ഇടപെടുന്ന ആൾക്കാരെ പിടിക്കുക, ഇതൊക്കെയുള്ള ജോലിയായിട്ട് ഈ പറയുന്ന 100 കിലോമീറ്റർ ഏരിയയിൽ ഞങ്ങളുടെ കമ്പനികളെല്ലാം വിന്യസിച്ചിരിക്കുന്നതാണ്. അത് നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അവിടുത്തെ ജോലി. അത് സിസ്റ്റമാറ്റിക്കായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ എടുത്തു പറയാൻ ഉള്ള 2 ഇൻസിഡൻറ്റേ ഉള്ളൂ. ഞാൻ ഏകദേശം 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കമ്പാരിറ്റീവ്ലി പീസ്ഫുൾ ഏരിയയാണ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്ത് നിന്ന് ഒരു കണ്ടെയ്നർ ബർമ വഴി വരുന്നത് ബർമ പോലീസ് അവരുടെ ബോർഡറിൽ വെച്ച് പിടിച്ചു. ആ കണ്ടെയ്നർ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ഫുൾ കണ്ടെയ്നർ നിറച്ച് AK-47 റൈഫിൾസ് ആയിരുന്നു. ആ AK-47 റൈഫിൾസ് ചൈനീസ് ഒറിജിൻ. അവരുടെ ഡ്രൈവറെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ദാറ്റ് വാസ് കമ്മിങ് ടു മേഘാലയ. അത് ബർമ വഴി മേഘാലയ ബോർഡറിലെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോഴാണ് ഇൻ്റലിജൻസ് ഏജൻസിക്ക് ഈ അറിവ് ബർമ ഗവൺമെൻറ് കൊടുത്തു. ഇത്രയും വലിയൊരു പ്ലാൻ, മേഘാലയത്തിൽ ഇത്രയും വെപ്പൺസ് വരാനും മിലിറ്റൻസി ശക്തിപ്പെടുത്താനുമുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു ഇതെന്ന് മനസ്സിലായി. എന്തായാലും ആ വെപ്പൺസ് എല്ലാം മേഘാലയയിൽ വരുന്നതിന് മുമ്പ് തന്നെ ബർമ പോലീസ് പിടിച്ചതുകൊണ്ടും
കുറച്ച് മിലിറ്റൻസ് ബാക്കിയുണ്ടായിരുന്നവരെ ലോക്കൽ പോലീസും CRPF കൂടി എലിമിനേറ്റ് ചെയ്തതോടുകൂടി അവിടുത്തെ മിലിറ്റൻസി ഏകദേശം തീർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുന്ന അതിനിടയ്ക്കാണ് ഒരു ഓൾ ഇന്ത്യ ലെവൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. CRPFൽ ലാർജ് സ്കെയിൽ റിക്രൂട്ട്മെൻറ്റ്. അത് എല്ലാ സ്റ്റേറ്റിലും ഒരേ സമയത്താണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ അനുസരിച്ചാണ് വേക്കൻസികൾ. ഏത് സ്റ്റേറ്റിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടോ അവിടെ കൂടുതൽ വേക്കൻസി, അതനുസരിച്ചുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ CRPFം ഇപ്പോൾ പോലും ആർമി നടത്തുന്ന രീതിയിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് റാലികളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. റിക്രൂട്ട്മെൻറ്റ് റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യും, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ഗ്രൗണ്ടിൽ CRPFൻ്റെ ഓഫീസേഴ്സ് വരും, താല്പര്യമുള്ളവർ വന്ന് പങ്കെടുക്കുക. ആ റാലിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾ വരും, അവരെ ലൈനായിട്ട് നിർത്തും, ഒറ്റ നോട്ടത്തിൽ ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നവരെ ഈ സൈഡിലും അതിന് ചേരാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നവരെ ഈ സൈഡിലും അവരെ നേരെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് ചേരുന്ന ആൾക്കാരെ മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്യാം, അവരുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, ഓടാനുള്ള ക്ഷമത ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ സെലക്ട് ചെയ്യുന്നതായിരുന്നു പരിപാടി. മിനിമം ക്വാളിഫിക്കേഷൻ ആ സമയത്തൊക്കെ 8ാം ക്ലാസ് മതിയായിരുന്നു CRPFൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതും ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കറപ്ഷനിൽപ്പെട്ടു. പൈസ വാങ്ങി ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഒരു 80s ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫർദർ മോഡിഫിക്കേഷൻ വന്നു. ഈ റാലി സിസ്റ്റം നിർത്തി ആൾക്കാരെ ആപ്ലിക്കേഷൻ മുഖേന ഇൻവൈറ്റ് ചെയ്യാനും ആപ്ലിക്കൻസിനെ ഒരു ബോർഡ് ഓഫ് ഓഫീസേഴ്സ് പോയിട്ട് സെലക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം വന്നു. ഞാൻ തൂറയിലിരിക്കുന്ന സമയത്ത് 2003 ഒരു റിക്രൂട്ട്മെൻറ്റ് ഓവറോൾ ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് വന്നു. പോപ്പുലേഷൻ അനുസരിച്ച് വേക്കൻസി ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ IG ഇരിക്കുന്നത് ഗുവാഹട്ടിയിലാണ്. ഡിഫറെൻറ്റ് ബറ്റാലിയനിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തു. 3 സ്ഥലത്തായിരുന്നു നോർത്ത് ഈസ്റ്റിൽ അന്ന് റിക്രൂട്ട്മെൻറ്റ് തീരുമാനിച്ചിരുന്നത്. ഒന്ന് ഷില്ലോങ്ങിൽ, മേഘാലയക്കാർക്ക് വേണ്ടി ഷില്ലോങ്ങിലും, ആസാം പോപ്പുലേഷൻ ഒത്തിരി കൂടുതലുള്ളതുകൊണ്ട് ആസാമിൽ അപ്പർ ആസാം, ലോവർ ആസാം 2 സ്ഥലത്തും, ഒന്ന് ബോംഗൈഗാവിലും ഒന്ന് ഗുവാഹട്ടിയിലും. അപ്പോൾ അവിടെ വിന്യസിച്ചിരുന്ന CRPFൻ്റെ 3 കമാൻഡൻറ്റുമാരെ അദ്ദേഹം വിളിച്ചു, ബ്രീഫിംഗ് നടത്തി. എന്നിട്ട് പറഞ്ഞു, അടുത്ത ഇത്രാം തീയതി റിക്രൂട്ട്മെൻറ്റ് തുടങ്ങുകയാണ്. എനിക്ക് തന്നു ഷില്ലോങ്ങിലെ ടോട്ടൽ ആപ്ലിക്കൻസ് നോക്കി ഏകദേശം 100 പേരേ ഉള്ളൂ. ബൊംഗൈഗാവിൽ നോക്കി അവിടെ ഏകദേശം 5000-6000 പേരുണ്ട്. ഗുവാഹട്ടിയിൽ 17000 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അപ്പോൾ ഞാൻ ആശ്വാസത്തോടു കൂടി തിരിച്ചു വന്നു. എനിക്കൊരു 100 പേരെ നോക്കിയാൽ മതിയല്ലോ, പെട്ടെന്ന് എൻ്റെ ജോലി തീരും. ഇത് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് പോകുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഡേ റിക്രൂട്ട്മെൻറ്റിന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു മെസ്സേജ് വരികയാണ്, ഈ ഡിസിഷൻ IG മാറ്റി അവർ ഷഫിൾ ചെയ്തു. ഷില്ലോങ്ങിൽ ഇരുന്ന എന്നെ ഗുവാഹട്ടിയിലെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് ഡീറ്റെയിൽ ചെയ്തു. ആദ്യമേ ബൊംഗൈഗാവിൽ ഡീറ്റെയിൽ ചെയ്തിരുന്നയാളെ ഷില്ലോങ്ങിലേക്കും ഗുവാഹട്ടിക്കാരനെ ബൊംഗൈഗാവിലേക്കും അങ്ങനെ മാറ്റി. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും നേരത്തെ പ്ലാൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഷില്ലോങ്ങിലാണ്, ഞാൻ ഷില്ലോങ്ങിൽ എന്തെങ്കിലും ഒരു കറപ്ഷൻ പ്ലാൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് സബോട്ടാജ് ചെയ്യാൻ വേണ്ടി IG ചെയ്തൊരു പണിയാണ്. എനിവേ, ഇങ്ങനെ ഒത്തിരി കേസുകളെല്ലാം ഉള്ളതായിട്ട് അറിയാമായിരുന്നതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇത് ചെയ്യണം എന്നുള്ള വിചാരത്തിൽ ഞാൻ ചെന്നു. 17000 പേരെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു. ഒരു ദിവസം 500 പേരെ മാത്രമേ സെലക്ഷന് വേണ്ടി വിളിക്കുകയുള്ളൂ. ആ 500 പേരിൽ ആദ്യമേ ഇവരെ എല്ലാവരെയും ഒരു 50 പേരുടെ ഗ്രൂപ്പായിട്ട് റണ്ണിങ് ആണ് അവരുടെ ടെസ്റ്റ് ചെയ്യുന്നത്. 3 കിലോമീറ്റർ ഓടണം, ഒരു പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തിന് വരുന്നവരെ മാത്രം ഒരു സൈഡിലേക്ക് മാറ്റും, ആ സമയത്ത് വരാത്തവരെ അവിടെ തന്നെ എലിമിനേറ്റ് ചെയ്യും. ഒരു എലിമിനേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇത് ഏകദേശം 34ഓളം ദിവസം എടുത്തു. 50 പേരെ വീതം, 34 അത് കൂടുതലെടുത്തു, കാരണം ഹോളിഡേയ്സ് ഇല്ല, സൺഡേ മാത്രം ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 40 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഫിസിക്കൽ ചെക്കിങ് കഴിഞ്ഞത്. അത് ആ ഓട്ടത്തിന് ശേഷം പിന്നെയുണ്ട്. ഓട്ടം കഴിഞ്ഞിട്ട് അതിനകത്ത് പാസ്സാകുന്ന ആൾക്കാരെ നമ്മുടെ ബോർഡിലെ മറ്റ് മെമ്പേഴ്സിനെ ഓരോരോ സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്.
ഒരാൾ ഈ പാസ്സാകുന്നവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ഹൈറ്റും വെയ്റ്റും എല്ലാം എടുക്കും. അവിടുന്ന് അയാൾ ഫിറ്റാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ജമ്പ്, ഒരു ഹൈ ജമ്പ്, അങ്ങനെ പറയുന്ന കുറേ ഈവൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ഓരോ സ്ഥലത്തു നിന്നും എലിമിനേറ്റ് ചെയ്ത് ഇതെല്ലാം പാസ്സാകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു സ്ലിപ്പ് കൊടുത്ത് വിടും. ഇന്ന ദിവസം ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് റിട്ടേൺ എക്സാമിനേഷന് വേണ്ടി വരാൻ വേണ്ടി. ഏകദേശം ഈ 17,000 പേരിൽ നിന്ന് 5,000 പേരോളം റിട്ടേൺ എക്സാമിനേഷന് വേണ്ടി എലിജിബിളായിട്ട് പാസ്സായി. ഇവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെരുന്നാളിൻ്റെ ആളാണ് അവിടെ. അവരെ എല്ലാവരെയും കൂടി ഇരുത്തി എക്സാം എഴുതിക്കാൻ വേണ്ടി ഹാൾസുകളൊന്നുമില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്തു. അവിടെ ഞങ്ങളുടെ പരേഡ് ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ്. അവിടെ ലൈനുകൾ വരച്ചു. ഓരോ ലൈനിൻ്റെ ആദ്യം മുതൽ എഴുതി ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെ എന്നുള്ള രീതിയിൽ എല്ലാവരും നിലത്തിരുന്നാണ് പരീക്ഷ എഴുതുന്നത്. എല്ലാവരെയും ഇരുത്തിയതിന് ശേഷം ഞാൻ മൈക്കെടുത്ത് അനൗൺസ് ചെയ്തു. എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ കുറേ പേര് പകരം പരീക്ഷ എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള വിവരം. എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല വന്നിരിക്കുന്നത്. അവരെ എക്സാമിനേഷന് പാസ്സാകാൻ വേണ്ടി മാൽ പ്രാക്ടീസ് നടത്താൻ വേണ്ടി കുറേ അധികം പേര് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം എനിക്കറിവ് കിട്ടി. അതുകൊണ്ട് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് 1 by 1 ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഐഡൻറ്റിറ്റി ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. പിടികൂടപ്പെട്ടാൽ നിങ്ങളെ ഞങ്ങൾ ജയിലിൽ വിടും, പോലീസിൽ കേസാവും, ജയിലിൽ വിടും. അതുകൊണ്ട് വോളണ്ടറിയായിട്ട് ആർക്കെങ്കിലും എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാം. വളരെ ക്ലിയറായിട്ട് അനൗൺസ് ചെയ്തു. കാണുന്നത് ഒരു 100-150 ആൾക്കാർ ഉടനെ ഇറങ്ങി പോയി. അതിൻ്റെ അർത്ഥം അത്രയും പേര് അവിടെ ഇംപേഴ്സണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്കറിയാം, എന്നാലും 100% ആൾക്കാർ പോയിട്ടില്ല. 2 റീസൺ കാരണം. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും ഈ മാൽ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരായിരിക്കാം. രണ്ടാമത് ഹിന്ദി ഫുള്ളായിട്ട് മനസ്സിലാകാത്ത ഒരു ജനതയാണ് ആസാമിലുള്ളത്. അവർ ആസാമിയാണ് മനസ്സിലാക്കുന്നത്. ചിലപ്പം കുറേ അധികം പേർക്ക് മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ കേട്ട് കാണില്ല. അതുകൊണ്ട് കുറച്ച് പേരോട് എന്തായാലും എഴുതിയിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഒരു ചെറുതായിട്ടൊരു ചെക്കിങ് നടത്തി. കാരണം 5,000 പേരെ ഒന്നും ചെക്ക് ചെയ്യാനുള്ള സമയമില്ല എക്സാം തുടങ്ങുന്നതിന് മുമ്പ്. ഞാൻ വെറുതെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയതാണ്. അങ്ങനെ ഒരു 100 പേർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ എക്സാം നടത്തി പേപ്പറെല്ലാം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പേപ്പർ വാല്യുവേഷൻ നടക്കണം. ഇങ്ങനെ ഡെയിലി സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ തന്നെ ടെൻറ്റുകൾ കെട്ടിയാണ് ഞങ്ങൾ ഓഫീസുകൾ തുറന്നിരിക്കുന്നത്. ഓരോ ഓഫീസുകളും ടാബുലേഷനെല്ലാം നടക്കുന്നത്. എൻ്റെ ടെൻറ്റിൽ ഒരാൾ വന്നു. എൻ്റെ ഗുവാഹട്ടിയിൽ ഡിപ്ലോയ് ആയിരിക്കുന്ന ഒരു കമ്പനി കമാൻഡറാണ് അയാളെ കൂട്ടിക്കൊണ്ടുവന്നത്. പറഞ്ഞു, സാർ ഇത് ഇയാളാണ് നമ്മുടെ ബറ്റാലിയനിലേക്ക് സ്റ്റോഴ്സ് എല്ലാം സപ്ലൈ ചെയ്യുന്നത്. സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇരിക്കുക. എന്താ സംഭവം? സാർ, ഒരു 1-2 പേരെ ഒന്ന് സഹായിക്കണം, ജയിപ്പിക്കണം. ഞാൻ പറഞ്ഞു, നിൻ്റെ ആരാണ് ഇവർ? അല്ല, എൻ്റെ ഗാവിലുള്ള ആൾക്കാരാണ്, എൻ്റെ വില്ലേജിലുള്ള ആൾക്കാരാണ്, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, എത്ര പേരുണ്ട്? അന്നേരം നമ്മൾ കോൺവെർസേഷൻ ത്രൂ ആയി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാർ, ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് 30 പേരുടെ ഒരു ലിസ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 30 പേരോ നിൻ്റെ ഗാവിൽ നിന്ന്? അല്ല സാർ, 30 പേരുടെ ഞാനൊരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെ റിട്ടേൺ എക്സാമിനേഷൻ പാസ്സാക്കിയാൽ മതി. റിട്ടേൺ എക്സാമിനേഷൻ പാസ്സാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ നിനക്കുള്ള ഇൻട്രസ്റ്റ് എന്നാ? എനിക്കെന്താ അതുകൊണ്ട് ഗുണം? അത് പറഞ്ഞു, സാറിന് ഒരാൾക്ക് 1,00,000 രൂപ വെച്ച് തരാം. റിട്ടേൺ എക്സാം പാസ്സായാൽ മതി. അവർ മെഡിക്കൽ പാസ്സാകുമോ ജോലി കിട്ടുമോ എന്നുള്ളത് സാർ അറിയേണ്ട. ഇത്രയും പാസ്സായി കഴിഞ്ഞാൽ ആൾക്ക് 1,00,000 രൂപ വെച്ച് തരാം. സാർ സമ്മതിച്ചാൽ ഇത് കഴിയുമ്പോൾ ഞാൻ ഇനി ലിസ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഏക്കടാ സ്റ്റാൻഡപ്പ്. കൂട്ടിക്കൊണ്ടുവന്ന കമ്പനി കമാൻഡറോട് ചോദിച്ചു, ഇങ്ങനെയുള്ള നാറികളെയാണോടാ നീ കൂട്ടിക്കൊണ്ട് വരുന്നത്? ആ കമ്പനി കമാൻഡർ ഹാപ്പൻ ടു ബി ഒരു മലയാളിയായിരുന്നു, ഒരു അത്ലറ്റായിരുന്നു. ഞാനോട് പറഞ്ഞു, ഇവനെ വേഗം വിളിച്ചുകൊണ്ട് പോയിക്കണം. ഇനി നീ ഈ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിച്ച് നിരപ്പാക്കുന്ന മാത്രമല്ല, നിന്നെ ഞാൻ പോലീസിൽ കൊടുക്കും എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു. പക്ഷേ ഐ എം വെരി ഷുവർ ആ ഒരു എന്നോടുള്ള കൂടിക്കാഴ്ച അവൻ മുതലാക്കി കാണും തീർച്ചയായും. കാരണം പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നത്, ഞാൻ പോയി സാറിനോട് സംസാരിച്ച് വന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അവരുടെയും ഒരു സ്റ്റൈലുണ്ട്. ഈ പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ജോലി തരാം. ജോലി കിട്ടുന്നവരുടെ പൈസ അവർ വെക്കും. ആരുടെയെങ്കിലും ജോലി കിട്ടിയെന്നില്ലെങ്കിൽ അവർ ആ പൈസ തിരിച്ചു കൊടുക്കും. ഒരാൾ ജെനുവിനായിട്ടാണ് അവൻ ജോലി വാങ്ങുന്നതെങ്കിൽ, അവൻ്റെ എഫിഷ്യൻസി കൊണ്ടാണ് ജോലി വാങ്ങുന്നതെങ്കിൽ, ഈ പറയുന്ന ഏജൻറ്റ് ക്ലെയിം ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് ജോലി തന്നതെന്ന് പറഞ്ഞാൽ അവൻ ആ പൈസ വാങ്ങും. കിട്ടിയില്ലാത്തവർക്ക് പൈസ കൊടുക്കും. അതുകൊണ്ട് തന്നെ വെച്ചാൽ കംപ്ലൈൻറ്റുമില്ല.
അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇയാൾ വന്നത്. എന്തായാലും ഞാൻ അവനെ അടിച്ചോടിച്ചു. മുമ്പിൽ കയറി അത് മുമ്പിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആ റിമോട്ട് കൺട്രോളിൽ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഈ മാരുതി ജിപ്സി വെഹിക്കിൾ പീസായിട്ട് പോയി. What?